ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. എൻ്റെ പേര് നൈന, കാലിക്കറ്റ്, തിരുവമ്പാടി. നാം ഓരോരുത്തരും വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു 6 AM പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ ഒരു 6 AM പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ എല്ലാവരുടെയും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. അതേപോലെ ഒരു പേനയും ഡയറി ആയിട്ടിരിക്കുക. ഒത്തിരി അറിവുകൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം വീഡിയോ ഓൺ ചെയ്തിരിക്കുക. യാത്രയിലാണെങ്കിലും മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യേണ്ടതില്ല. അപ്പൊ നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും ഈ ഒരു 6 AM പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ഒത്തിരി ലീഡേഴ്സുകൾ ഒരുപാട് അറിവുകളുമായിട്ടാണ് ഓരോ ദിവസവും നമുക്ക് ഒരു എനർജി ബൂസ്റ്റ് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നമ്മുടെ മുന്നോട്ടുള്ള വർക്കിലായാലും നമ്മുടെ ടീം ബിൽഡിങ്ങിനായാലും നമുക്ക് പ്രോഗ്രാമുകളാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു 6 AM പ്രോഗ്രാം നമ്മൾ ഇതിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും ഓരോ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നും ഒരു ഗ്രേറ്റ് ലീഡർ ഈ ഒരു അറിവുകൾ പകർന്നു തരാൻ വേണ്ടി ഇവിടെ അവൈലബിൾ ആണ്. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ ജാർഖണ്ഡിൽ നിന്നും ഉള്ളൊരു ലീന സുജിത്ത് മാഡാണ്. മാഡത്തിന് നമുക്ക് എല്ലാവർക്കും പരിചിതയാണ്. മാഡം ഒരു യൂട്യൂബറാണ്. ഓരോ ദിവസവും 6 AM ക്ലബിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും സാഹചര്യത്താൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതാത് ദിവസത്തെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് വഴി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒത്തിരി താങ്ക്സ് മാഡത്തിന് പറയാണ്. നമുക്ക് ആ മാഡത്തിന് വാക്കുകൾ, അതായത് മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവ് മൂലം കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിന്റ് മാത്രം പറയുകയാണ്. മാഡം, നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ഒരു റിസൾട്ട് കിട്ടി. അതുവഴി കേരളത്തിനകത്തും പുറത്തും ഒരുപാട് കുടുംബങ്ങളിലേക്ക് സമ്പത്തും ആരോഗ്യവും പ്രദാനം ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന മാഡാണ്. മാഡത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഒത്തിരി അറിവുകൾ പകർന്നു തരാൻ വേണ്ടി മാഡത്തിനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുകയാണ്. വെൽക്കം ലീന മാഡം. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ ഓഡിബിൾ ആണോ ഞാൻ? ഓക്കെ, താങ്ക് യു. അപ്പം നേന മാഡം എന്നെ നന്നായി പരിചയപ്പെടുത്തി. എല്ലാവർക്കും എന്നെ അറിയുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്പം പുതിയ ആളുകൾക്കൊന്നും എന്നെ അറിയാൻ സാധ്യതയില്ല. നേന മാഡം പറഞ്ഞതുപോലെ എൻ്റെ പേര് ലീന സുജിത്ത്. ഞാൻ തലശ്ശേരി സ്വദേശിനിയാണ്. ജാർഖണ്ഡിലാണ് റിസൈഡ് ചെയ്യുന്നത് കുറേ വർഷമായിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നിങ്ങൾക്കൊരു കുറേ കാലമായിട്ട് ഒരു സെഷനൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നി ഒരു സെഷൻ ആയാലോ എന്ന്. കാരണം ആരും പറയാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ തോന്നും എന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇത് എന്തുകൊണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സെഷൻ എടുക്കുന്നത്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പിന്നെ മോർവിറ്റ, അതായത് മുരിങ്ങയുടെ ഒരു ഉൽപ്പന്നം നമുക്ക് പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനു വേണ്ടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. അപ്പം ഞാൻ അതിനു വേണ്ടി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ അതിനു മുൻപേ ഞാൻ ഈ സെഷൻ തുടങ്ങുന്നതിന് ഇപ്പോൾ ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു ചടങ്ങാണല്ലോ, അത് ഞാൻ മറന്നു. ദൈവത്തെ മറന്നിട്ടൊരു കളിയില്ലല്ലോ. സോ സെഷൻ തുടങ്ങുന്നതിന് മുൻപേ ഒരു സെക്കൻഡ് ഞാനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ. അപ്പം ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പെന്നും ബുക്കും കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് സ്വന്തം ഉപയോഗത്തിനായാലും സംശയങ്ങളായാലും ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ അതൊരു ഗുണം ചെയ്യും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ കോ ഹോസ്റ്റ് ആണല്ലോ, അപ്പോൾ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ.
ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, കാണുന്നുണ്ടോ സ്ക്രീൻ? ആ ഓക്കെ, കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വെൽക്കം ഓടുകൂടി നമുക്കിത് തുടങ്ങാം. എല്ലാവർക്കും വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ KBCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇന്നത്തെ 6 AM സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത PPT തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മോർവിറ്റ, അതായത് അതിന് പേരിട്ടിരിക്കുന്നത് മോർവിറ്റയാണ്. അത് മുരിങ്ങയുടെ കണ്ടൻറ്റുള്ള ഒരു 2 പ്രോഡക്ട്സിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നതിൻ്റെ മുൻപേ ഇതിൻ്റെ ഒരു ഫൗണ്ടറെ പറ്റി ഞാനൊന്ന് പറഞ്ഞു തരാം. ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ? നിങ്ങൾക്ക് അവിടെ 2 ആൾക്കാരെ ഫോട്ടോ കാണാം. അവരുടെ പേരുകൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അവരുടെ പേരാണ് മിസ്റ്റർ സഞ്ജയ് ആൻഡ് മിസ്സിസ് പല്ലവി വ്യാസ്. ഇവരാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൗണ്ടർ. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർ തന്നെ വന്നിട്ട് ഒരു സെഷൻ തന്നിരുന്നു നമ്മുടെ ഗ്രോത്ത് അക്കാഡമിയിൽ. അവിടെ നിന്നും കിട്ടിയ നോളജാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് അല്ലാതെ എൻ്റെ പിന്നെ എന്താ പറയുക അറിവ് അല്ലെങ്കിൽ എവിടെ നിന്ന് എന്തെങ്കിലും അങ്ങനെയല്ല. ഇവർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക ഗൂഗിളിൽ നോക്കി മാറ്റിയെടുക്കാവുന്നത് പറയാനുള്ളൂ. അപ്പോൾ ഇവരുടെ പേരാണ് മിസ്റ്റർ സഞ്ജയ് ആൻഡ് പല്ലവി വ്യാസ്. ഇവർ 2 പേർക്കും കൂടെ ഒരു ഫാർമ, ശാന്ത ഫാർമ എന്നൊരു ഫാക്ടറിയിലൂടെയാണ് ഈ ഒരു ഉൽപ്പന്നം അവർ നിർമ്മിച്ച് നമ്മൾക്ക് ഈ ബയോട്രത്തിലൂടെ പിന്നെ നൽകിയിരിക്കുന്നത്. ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് കുറേ വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ സാഗർ ജോഷി എപ്പോഴും നല്ല നല്ല പ്രൊഡക്റ്റിന് വേണ്ടി നോക്കുകയാണല്ലോ. സോ ഇവരെ മീറ്റ് ചെയ്യുകയും ഇവരുടെ പ്രൊഡക്റ്റ് നമ്മളിലൂടെ ഇത് മാർക്കറ്റിങ്ങിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എക്സ്പേർട്സ് ആണ് ആയുർവേദത്തിലും പിന്നെ മുരിങ്ങയുടെ പ്രൊഡക്ട്സിലൊക്കെ മുരിങ്ങയെ പറ്റിയൊക്കെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള 2 ആയുർവേദ സ്പെഷ്യലിസ്റ്റാണ് ഇവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ജീവിതശൈലി പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. വളരെ തിരക്കേറിയതും സമ്മർദ്ദകരവുമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രോഗങ്ങളും സമ്മർദ്ദ കാരണം വരുന്ന രോഗങ്ങളാണ്. അതായത് വിട്ടുമാറാത്ത രോഗങ്ങൾ, രക്തസമ്മർദ്ദം ഉയരൽ, പ്രമേഹം, രക്താതിമർദ്ദം, അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും കാരണമാകുന്നത് ഒരൊറ്റ റീസൺ, എന്താ? സമ്മർദ്ദത്തിൻ്റെ അളവല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ കഠിനാധ്വാനത്തിലൂടെ ശാന്ത ഫാം എന്ന ഫാക്ടറിയിലൂടെ ഈ ബയോ മോർവിറ്റ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. എന്താണ് ഈ മുരിങ്ങ? ഓക്കെ, മുരിങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാം, എല്ലാവരുടെ വീട്ടുമുറ്റത്തും സാധാരണയാണ് കാണുന്നതാണ് അല്ലേ? അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഇത് ഏഷ്യയിൽ നിന്നുള്ള ഒരു സസ്യമാണ്. ഇന്ത്യയിലും ഉടനീളം ഈ വൃക്ഷങ്ങൾ എല്ലാവരുടെയും വ്യാപിച്ചിരിക്കുകയാണ്. ഈ രാജ്യമെമ്പാടും, അതായത് ഇന്ത്യ രാജ്യം മുഴുവൻ ഇത് കിട്ടുന്നത് കൊണ്ടും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടും ഇതിന് പല രാജ്യത്തും പല പേരാണ്. ഇതൊരു വിദേശ സസ്യമല്ല. ഓക്കെ, ഇതൊരു വിദേശ സസ്യമല്ല. ഇപ്പോൾ ഞാൻ ഗൾഫിലുണ്ടായിരുന്ന കാലത്ത്, ബഹ്റൈനിലുണ്ടായിരുന്ന കാലത്ത് അവിടെ നിന്ന് ഞാൻ മുരിങ്ങ കഴിച്ചിരുന്നു. ഇവിടുത്തെ ആൾക്കാർ അവിടെ പോയി അത് അവിടെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ല, അത് ഭയങ്കര കയ്പ്പായിരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ത്യയിലെ മണ്ണിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് അത്. അപ്പോൾ അത് വിദേശത്ത് ബാക്കി രാജ്യത്ത് എനിക്കറിയില്ല, ബഹ്റൈനിൽ ഞാൻ കഴിച്ചത് ഭയങ്കര കയ്പ്പായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു വിദേശ സസ്യമല്ല, ഇതൊരു ഇന്ത്യൻ സസ്യമാണ്. ഇന്ത്യൻ മണ്ണിലാണ് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ത്യ മുഴുവൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല രാജ്യത്തിനും ഈ ഒരു മുരിങ്ങ വൃക്ഷത്തെ അത്ഭുത വൃക്ഷം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഇതിന് പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് വടക്കൻ ഇന്ത്യ, പിന്നെ ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങൾ, മധ്യ ഇന്ത്യ, വടക്കൻ ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇത് സെഹജൻ അല്ലെങ്കിൽ മുങ്ക, സെൻജൻ, അങ്ങനെ ഈ 2-3 പേരുകളിലാണ് അവിടെയൊക്കെ അറിയുന്നത്. ഗുജറാത്തിൽ പറയുകയാണെങ്കിൽ സരഗ്വ എന്നറിയപ്പെടുന്നു. ഇനി മഹാരാഷ്ട്ര, നമ്മുടെ സാഗർ ജോഷിയുടെ സ്ഥലത്ത് ഇതിനെപ്പറ്റി പറയുന്നത് മറാഠിയിൽ ഷേങ്ക എന്ന് പറയും. ഓക്കെ, പിന്നെ ഇനി ദക്ഷിണേന്ത്യ, നമ്മളെ തമിഴ്നാടിനെ പറ്റി പറയുകയാണെങ്കിൽ മുരിങ്ങൈ എന്ന് പറയും, മുരിങ്ങൈ. പിന്നെ മലയാളം നമുക്കറിയാം മുരിങ്ങ അല്ലേ? അപ്പോൾ ഇവിടെ രസകരമെന്ന് പറയട്ടെ, മുരിങ്ങ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പം മുരിങ്ങ എന്നാണ് ആഗോളനാമം
ഈ വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അപ്പം നമുക്ക് ഒരു അഭിമാനിക്കാം അല്ലേ. മുരിങ്ങ എന്ന് പറയുമ്പോൾ മൊരിങ്ങ. ഇപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ മുരിങ്ങ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് മലയാളമാണല്ലോ, ഞങ്ങളുടെ മുരിങ്ങ അല്ലേ. അപ്പോൾ അത് തന്നെയാണ്. തെലുങ്കിൽ എന്താ പറയുക, മുനക്കകായ എന്ന് പറയും, മുനക്കകായ. ഓക്കെ, മുനകക്കായ. ഓക്കെ, മുനകക്കായ. കന്നഡയിൽ സുഗ്ഗേക്കായി എന്ന് പറയും. പിന്നെ ബംഗാൾ, ഒഡീഷ അവിടെ നിന്നൊക്കെ ഇതിനെ സജ്ജിനെ എന്ന് വിളിക്കും. പിന്നെ ഒഡിയയിൽ ചുയിൻ എന്ന് വിളിക്കും. അപ്പം ഒന്ന് അറിഞ്ഞു നോക്കൂ, ഈ ഒരു സാധനം എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ മൊറിങ്ക എന്ന് ഇന്ത്യയിൽ ഒട്ടാകെ വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു മുരിങ്ങയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇതിനെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു മൃതസഞ്ജീവനി ബുട്ടി. ഓക്കെ, മൃതസഞ്ജീവനി ബുട്ടി എന്നിനെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം എന്താണ്, നമ്മളുടെ ആരോഗ്യത്തിന് ഇത് ഇപ്പോൾ ഒരു മനുഷ്യ, ഇപ്പം നിങ്ങൾ വിചാരിക്കണം ഒരു മരിച്ചുപോയ ഒരു മനുഷ്യനെ നമുക്ക് ഒരിക്കലും ഒരു മുരിങ്ങ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ശരീരത്തിൽ തല മുതൽ കാല് വരെ ഒരു രോഗവുമില്ല മുരിങ്ങ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാതായിട്ട്. അത് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അത്രയും ഗുണങ്ങളാണ് മുരിങ്ങക്ക്. പിന്നെ വേറൊരു കാര്യം, ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോ പ്രോഡക്റ്റും വെൽനസ് പ്രോഡക്റ്റാണ്, ഒരു മരുന്നല്ല. നമ്മളിവിടെ ഒരു മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിൽ പറയണം. കാരണം ഒരു രോഗം നമുക്ക് പൂർണ്ണമായി മാറ്റിത്തരാമെന്ന് നമ്മൾ വാദിച്ചിട്ട് അത് അത് എന്താ പറയുക, ഒരു തെറ്റായ ഒരു പ്രചാരണമാവും. അപ്പം നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ വില എന്താ പറയുക, പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതൊരു രോഗത്തിനുള്ള മരുന്നായിട്ട് നമ്മൾ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ വെൽനസ് പ്രൊഡക്റ്റ്, നമ്മൾ എന്ത് രോഗങ്ങൾ, ഇപ്പം നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കറിയാം അല്ലേ, ഇത് രോഗം മാറ്റി കൊടുക്കുന്ന മരുന്നായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് രോഗമാണ് ഉള്ളത്, നിങ്ങൾ എന്ത് മരുന്നാണ് കഴിക്കുന്നത്, അതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ. അതുപോലെ തന്നെ ഈ മുരിങ്ങയെ പറ്റി ഞാൻ പ്രത്യേകം പറയട്ടെ, ഇനിയിപ്പോൾ എല്ലാ രോഗത്തിനും മുരിങ്ങ മാത്രം കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. അപ്പോൾ ഇനി ഞാൻ ഇതിനെപ്പറ്റി അടുത്ത ഒരു പറയാൻ പോകുന്നത് വെച്ചാൽ, മുരിങ്ങ നമ്മളെ കുക്കിങ്ങിൽ, ഓക്കെ, കുക്കിങ്ങിൽ നമുക്കറിയാം, ഇന്ത്യയിൽ എവിടെ പോയാലും എല്ലാ രാജ്യത്തും ഞാൻ പറഞ്ഞല്ലോ മുരിങ്ങ, പ്രത്യേകിച്ച് സാമ്പാർ. ഓക്കെ, സാമ്പാറിലൊരു മുഖ്യ ഘടകമാണ് നമ്മുടെ മുരിങ്ങ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം പല രീതിയിലും നമ്മളതിൻ്റെ ഇല ഉപ്പേരിയായി കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്, പരിപ്പിലൊക്കെ നമ്മൾ ചേർത്തിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ നല്ലതാണ്. എന്നും ഇതൊരു സ്ഥിരമായി നമ്മൾ മുരിങ്ങ ഉണ്ടാക്കി കഴിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, ഒരു ദോഷമൊന്നുമില്ല. ഇപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ ഈ മുങ്ക എന്ന് പറയുമല്ലോ, ഈ മുങ്കയിൽ നിന്ന് അവർ അച്ചാറുകൾ, പലതരം വിഭവങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് ഈ മുരിങ്ങയിലൂടെ. പിന്നെ അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മുരിങ്ങയുടെ കുക്കിങ്ങിനെ പറ്റി പറയുന്നത്. പക്ഷേ കുക്കിംഗ് നമ്മൾ ചിന്തിക്കണം, ഇത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് മുഴുവൻ ഗുണം കിട്ടണമെന്നില്ല. അത് ഒബ്വിയസ്ലി നിങ്ങൾക്കൊക്കെ പിന്നെ എന്താ പറയുക, നാച്ചുറലി ഒന്ന് തിങ്ക് ചെയ്താൽ മതി. നമ്മൾ മുരിങ്ങ കഴിക്കുന്നത് നല്ല തന്നെ, എന്നാലും ഗുണം നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല, എന്നാലും നമുക്ക് കഴിക്കാം. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഓരോ പാർട്ട്, അതായത് നമ്മുടെ ഈ മുരിങ്ങയുടെ ഓരോ പാർട്ടിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഈ മരത്തിൻ്റെ ഓരോ ഭാഗവും ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു 360 ഡിഗ്രിയും ഇതൊരു പോഷകാഹാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗവും മുരിങ്ങയുടേത് നമ്മളത് പാഴാകുന്നില്ല. അപ്പം നമ്മൾ ഇലയുടെ കാര്യം എടുക്കുക. ഇല എന്ന് പറയുമ്പോൾ അതിന് പാലിനേക്കാളും കൂടുതൽ പിന്നെ കാൽഷ്യം ഉണ്ട് എന്നാണ്. ഓക്കെ, പാലിനേക്കാളും കൂടുതൽ കാൽഷ്യം ഉണ്ട്, നോട്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ ഓറഞ്ചിനേക്കാൾ കൂടുതൽ വിറ്റമിൻ സി ഉണ്ട്. വാഴപ്പഴത്തേക്കാൾ കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു പവർ ഹൗസാണ്. പിന്നെ മുരിങ്ങക്ക ഉണ്ടല്ലോ, അത് ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തും. സന്ധിവേദനയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു. പിന്നെ വേരുകളും പുറന്തൊലിയും ബാക്ടീരിയൽ വിരുദ്ധം ആണ്. പിന്നെ വീക്കം, അണുബാധ അതിനൊക്കെ എതിരായിട്ട് പോരാടാനുള്ള കഴിവുണ്ട്. പിന്നെ ശരീരത്തെ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്തുകളിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അതായത് ബെൻ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്, അത് ചർമ്മത്തിനൊരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെയും നമുക്ക് ഓയിലും ഇതിൽ നിന്ന് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊടിച്ച വിത്തുകളിൽ വെള്ളം ശുദ്ധീകരിക്കാൻ പോലും പണ്ട് കാലത്തേ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ വെള്ളം ശുദ്ധീകരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ശരിക്കും അണുവിമുക്തമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ
അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഇത് എല്ലാത്തിനും ഇത് അതിൻ്റെതായ ഉപയോഗമുണ്ട്. ഇതിൽ ഓരോ ചികിത്സ തന്നെ ഉറങ്ങിക്കിടപ്പുണ്ട്. ഓക്കെ. പിന്നെ ഇനി അടുത്ത പറയാന്ന് വെച്ചാൽ കണ്ടാമിനേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതശൈലിയുടെ കാര്യം എടുക്കാന്ന് വെച്ചാൽ എല്ലാം നമുക്ക് മായം കലർന്ന ഭക്ഷണമാണ് കിട്ടുന്നത് അല്ലേ. നമുക്കിപ്പോൾ മായം കലരാത്ത ഫുഡ് വേണമെന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ പശുവിനെ വളർത്തി പാല് കുടിക്കാനോ അല്ലെങ്കിൽ ഒരു കൃഷിയിടം വാങ്ങി അതിൽ എല്ലാം കൃഷി ചെയ്ത് കഴിക്കാമെന്നോ അങ്ങനെ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഇപ്പോൾ പോയി കാട്ടിൽ പോയി മണ്ണിൻ്റെ വീടുണ്ടാക്കി അതിലങ്ങ് പോയി താമസിക്കുക, ഒന്നും അത്ര നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ ഒരു സൂപ്പർ ഫുഡ് നമുക്കൊരു കവചമായി പ്രവർത്തിക്കുന്നു. ഓക്കെ. എല്ലാത്തിലും നമുക്ക് ശുദ്ധതയുടെ കടുത്ത അഭാവമുണ്ട് അല്ലേ. ശ്വസിക്കുന്ന വായു ആട്ടെ, കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഉണ്ട്. പിന്നെ എന്നിട്ട് നമ്മളിപ്പം ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് പല പ്രൊഡക്റ്റും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ലേബലിൽ പല ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെയും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, വഞ്ചനാപരമായി മാറുന്നുണ്ട്. അവിടെ ജൈവം പേര് കണ്ടാലും നമുക്ക് അതിൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ മണ്ണിലൊക്കെ കിടക്കുന്ന ഈ ഇതുണ്ടല്ലോ, അതിനെ എത്രയോ പ്രാവശ്യം ചെയ്താലും ആ മണ്ണൊന്നും വൃത്തിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയും അതിലൊക്കെ ഓൾറെഡി പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് വലിയ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ മരം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമുക്ക് അനുഗ്രഹമാണ്. പിന്നെ നമുക്കറിയാം 50% രോഗങ്ങളുടെയും മെയിൻ റീസൺ നമ്മുടെ വയറ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വേഗതയേറിയ ജീവിതത്തിൽ ആളുകൾക്ക് ആവശ്യത്തിന് നാരുകൾ കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്ത് നമുക്ക് മലബന്ധത്തിന് കാരണമാകുന്നു. പക്ഷെ നമ്മൾ ഈ മോർവിറ്റ കഴിച്ച് ശീലിച്ചവരാണെങ്കിൽ അവർക്ക് ആദ്യ 15 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന പ്രധാനമായ കാര്യം വിഷമുക്തമാക്കൽ പ്രക്രിയ നടക്കും. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ശരിക്കും കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണല്ലോ മെയിനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ആയുർവേദത്തിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവർ അല്ലേ വയറ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നു. ഞാനും പിന്നെ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു പണ്ടൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്. അപ്പം ഞാനും ഒരു 21 ദിവസമോ അങ്ങനെ ഞാനും ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അവരാദ്യം ചെയ്തത് വയറ് ക്ലീൻ ചെയ്യാന്നുള്ള പ്രോസസ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മരുന്നുകളും ഒഴിച്ചലും അതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വലിയൊരു ഗുണമുണ്ട്. ഈ ഒരു മോർവിറ്റ നമ്മൾ കഴിച്ച് ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പിന്നെ എന്താ പറയുക വിഷവിമുക്തമാക്കൽ പ്രക്രിയ ആദ്യം നടക്കും. അപ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മൾ കുറേ രോഗങ്ങളിൽ നിന്ന് മുക്തമായി നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ പോയിട്ട് എന്താ പറയുക ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കളെ ഹാനികരമായ വസ്തുക്കൾ അതെല്ലാം ഇല്ലാതാക്കുന്നു. ഓക്കെ. ശരീരത്തിന് വിവിധ രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്ന തരത്തിൽ അത് പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ടോട്ടൽ പറയാന്ന് വെച്ചാൽ ശരീരത്തിന് മുഴുവനും ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുന്നുള്ളതാണ്. പിന്നെ അടുത്തത് പറയുക വെച്ചാൽ ക്ലിനിക്കലി ടെസ്റ്റ് ലീഗൽ അപ്രൂവലിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു പേറ്റൻറ്റ് പ്രൊഡക്റ്റാണ്. പിന്നെ ICMR ഭോപ്പാലിലെ ഗവേഷണമൊക്കെ നടത്തിയതാണ്. ഇതൊരു ക്യാൻസർ വിരുദ്ധമായിട്ടും ഉപയോഗിക്കാമെന്ന് ഭോപ്പാൽ തെളിയിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റിന് രണ്ടിനും, അതായത് നമുക്കിപ്പം മുരിങ്ങയുടെ പൗഡറും ഉണ്ട്, മുരിങ്ങയുടെ ക്യാപ്സ്യൂളും ഉണ്ട്. രണ്ടാണ് ഗുണങ്ങൾ. രണ്ട് രീതിയിൽ അത് ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് 2 പ്രൊഡക്റ്റിന് നമുക്ക് എന്തുണ്ട്, ആയുഷ് ലൈസൻസ് ഉണ്ട്. പിന്നെ BL ടെസ്റ്റുകൾ പിന്നെ പാസ്സായതാണ്. പിന്നെ 75ഓളം ലാബുകളിൽ ഓൾറെഡി ഇത് പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ സാഗർ സാർ വെറുതെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് നമുക്ക് കമ്പനിയിൽ എന്താ പറയുക നമ്മളിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കില്ല. സാഗർ സാറിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം. അപ്പോൾ അത്രയും ഉറപ്പായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആയുഷ് മന്ത്രാലയയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പാർശ്വഫലങ്ങളില്ല എന്നുള്ളത് പറ്റി നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായി നമുക്ക് ഉപയോഗിക്കാം. അറിയാം, 2 പ്രോഡക്റ്റും ആയുഷ് വകുപ്പിൻ്റെ ലൈസൻസ് ഉള്ളതാണ്. ഇപ്പം ഈ നമുക്കറിയാം ആളുകളൊക്കെ ഒരു പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന ഒരു രീതി അല്ലേ. ആളുകളൊക്കെ ഇൻ്റർനെറ്റ് നോക്കി പിന്നെ ഈ ഒരു മസിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കണം എന്നുള്ളൊരു അത് കൂടുതലും പിന്നെ മെയിൽ പേഴ്സൺസിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രചാരണം.
അധികം നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ കാണാം 5 കിലോയുടെ പിന്നെ എന്താ പറയുക പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങി കഴിക്കുക, ജിമ്മിൽ പോയി പേശികൾ അളവ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ട് അവരത് വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ കരളിനെയും വൃക്കയെയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, അവിടെ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും നമ്മുടെ കരളിനും വൃക്കകൾക്കും അത് പിന്നെ ദോഷം ചെയ്യും. കാരണം എന്താണ്? അതിൽ സ്റ്റിറോയിഡുകളുണ്ട്. സ്റ്റിറോയിഡുകളെ പറ്റി നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇത് പ്രോട്ടീൻ പൗഡർ സ്ഥിരമായി കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് അവർ ശ്രദ്ധിക്കുക. നമ്മളുടെ കമ്പനിക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ട് കേട്ടോ, അത് ഇതല്ല, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. നമ്മൾ ഈ മാർക്കറ്റിൽ പല പേരിൽ കിട്ടുന്ന ഈ ഒരു ജിം എന്നുള്ള ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കരുത്. അതിനെ ചവറ്റുകുട്ടയിലൊക്കെ എറിയുന്നതാണ് നല്ലത്. അവിടെയാണ് നമുക്കിവിടെ ഈ സസ്യാധിഷ്ഠിത പ്രോട്ടീൻ അടങ്ങിയ ഈ ബയോട്രിക്കിൻ്റെ മോർവിറ്റ ഇത് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ഞാൻ പറയുന്നത് വെച്ചാൽ അഡോപ്റ്റജൻ എന്ന് പറയും. അഡോപ്റ്റജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മുരിങ്ങ നല്ല ഒരു ഏറ്റവും വലിയ പിന്നെ ഒരു അഡോപ്റ്റജനാണ്. അപ്പം നമ്മുടെ ഈ ഒരു മോർവിറ്റ അഡോപ്റ്റജനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അഡോപ്റ്റജൻ എന്ന് വെച്ചാൽ ശരീരത്തിൽ നമുക്കിപ്പോൾ പിന്നെ വിറ്റമിൻ ഡി, B12 അതിൻ്റെ ഒക്കെ കുറവുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കുറേ കുറവുകളുണ്ടെന്ന്. അതൊക്കെ നികത്തുകയും പിന്നെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ അധികമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സന്തുലിതമാക്കാനും ഇതിന് കഴിവുണ്ട്. പിന്നെ 300-ലധികം രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും മുരിങ്ങ സഹായിക്കുന്നുവെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ സമ്മതിക്കുന്നു. ഇപ്പോൾ തലച്ചോറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, സമ്മർദ്ദം കുറക്കുന്നു, പിന്നെ പ്രമേഹവും രക്തസമ്മർദ്ദവും ഇതിൻ്റെ ഒരു 2 കാര്യത്തിന് വേണ്ടി ഇതെങ്ങനെ ഉപകരിക്കുന്നുള്ളതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ എല്ലുകൾക്കും സന്ധികൾക്കും കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമായി ഇത് സന്ധിവേദന നിന്ന് ആശ്വാസം നൽകുന്നത്. കാരണം ഇത് മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാനൊന്നും കഴിയില്ല, അതാദ്യമേ ഞാൻ പറയാം. ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം കാരണം ഇതിൽ ഭക്ഷണത്തിലെ മായം ചേർക്കലും കാരണമൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ജീവിതശൈലി നയിക്കുന്നവർക്ക് പുതിയ ഒരു ജീവനാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത്. നമുക്ക് ഊർജ്ജസ്വലവും ദീർഘായുസ്സും നൽകാൻ ഈ ഒരു പ്രൊഡക്റ്റിന് കഴിയും. മുരിങ്ങയുടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പം നമുക്കിത് ധൈര്യമായി കൺസ്യൂം ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എന്തായാലും ഒരു വെല്ലുവിളി തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മളെ ഈ ബയോ മുരിങ്ങ പവറിൻ്റെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത് അതാണ് നമ്മുടെ ഈ ബയോട്ടോറിയത്തിൻ്റെ മുരിങ്ങയുടെ പിന്നെ ഗുണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് സ്ക്രീനിങ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ അതിനൊക്കെ പോകുമ്പോൾ അവർക്ക് കാണാം വിറ്റമിൻ D3, B12, തൈറോയിഡ് അങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ ഇതിൻ്റെ ഒക്കെ കുറവുകൾ അതിലൂടെ കണ്ടെത്തുന്നുണ്ടല്ലേ ഈ ഒരു ടെസ്റ്റിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു കുറവുകൾക്കൊക്കെ പിന്നെ ഈ ഒരു ഇത് കഴിക്കുമ്പോൾ നമുക്ക് പരിഹാരമാകുന്നുണ്ട്. പിന്നെ ഇരുമ്പ്, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയിൽ ഇത് സമ്പന്നമാണ്. പിന്നെ ശരീരത്തിൽ സ്വന്തമായി ഉൽപ്പാദിക്കാൻ കഴിയാത്ത എല്ലാ അവശ്യ അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ചുരുക്കി പറഞ്ഞാൽ രോഗം വരുന്നതിന് മുന്നേ ആളുകളെ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നാണ് ഇവരുടെ ഒരു മോർവിറ്റയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആളുകളെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ മോർവിറ്റ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണല്ലോ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 200,000 കുട്ടികളിൽ ഇവരിത് പരീക്ഷിച്ചപ്പോൾ ഇവർക്ക് പിന്നെ കുട്ടികളുടെ ആരോഗ്യം വർദ്ധിച്ചതായി ഇവർക്ക് പിന്നെ എന്താ പറയുക തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഏജും അങ്ങനെ ഏജ് ഇവിടെ ഒരിതില്ല, എല്ലാവർക്കും അതായത് യുവാക്കളാവട്ടെ, സ്ത്രീകളാവട്ടെ, പ്രായം ചെന്നവരാവട്ടെ ഓക്കെ അവർക്ക് കൂടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് ഗുണം കിട്ടിയാണ്. കാരണം ഇവരൊരു വൃദ്ധസദനത്തിൽ പോയിട്ട് അവിടെ 50 വൃദ്ധ പുരുഷന്മാരുടെയും 50 വൃദ്ധ സ്ത്രീകളുടെയും ഒരു ഗ്രൂപ്പിനൊപ്പം അവർ പരീക്ഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഫലങ്ങൾ ഭയങ്കര അതിശയിപ്പിച്ചതായിരുന്നു. അവർക്ക് വൃദ്ധന്മാർക്കാണല്ലോ സന്ധിവേദനയും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ സന്ധിവേദന, വീക്കത്തിനും എല്ലാം അവർക്ക് കുറവ് അനുഭവപ്പെട്ടു. പിന്നെ ഹൃദയമിടിപ്പ്, കൂടുതൽ സ്പീഡിൽ ഹൃദയമിടിക്കുന്ന പോലത്തെ അസുഖങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഇതിൽ നിന്ന് പുരോഗതി കിട്ടിയതായിട്ട് ഇവർ തെളിയിച്ച കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 300-ലധികം വ്യത്യസ്ത രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഈ ഒരു മുരിങ്ങക്കുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിറ്റോക്സിഫിക്കേഷൻ. ഡിറ്റോക്സിഫിക്കേഷൻ ഈ പൗഡർ നമ്മൾ എങ്ങനെ സഹായം ചെയ്യുന്നു ഒന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മുടെ വിഷവിമുക്തമാക്കുന്നതെന്ന് ഇതൊരു നമുക്ക് പരീക്ഷിക്കാൻ പറ്റും. അതായത് ഒരു 600, 800, 600, 800 TDS ലെവലുള്ള കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു മൺപാത്രത്തിൽ നിറക്കുക.
TDS ചെക്ക് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ ഒരു TDS ലെവലുള്ള കുറച്ച് വെള്ളം ഒരു മൺപാത്രത്തിൽ നിറച്ചിട്ട് കുറച്ച് മുരിങ്ങയുടെ പുതിയ ശാഖകൾ, ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്ന കുറച്ച് ശാഖകൾ ഈ വെള്ളത്തിൽ പൊട്ടിച്ചിട്ടിടുക. രാത്രി മുഴുവൻ ഈ വെള്ളത്തിൽ അത് കിടക്കട്ടെ. അപ്പം രാവിലെ എന്ത് ചെയ്യുക, ശാഖകളൊക്കെ നീക്കം ചെയ്ത് നോക്കിയാൽ ഈ വെള്ളത്തിൻ്റെ രുചി നിങ്ങളുടെ RO ശുദ്ധീകരിച്ച വെള്ളവുമായി ഒന്ന് താരതമ്യം ചെയ്യുക. അപ്പം RO വെള്ളത്തേക്കാൾ 10 ഇരട്ടി രുചി ഇതിന് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് മുരിങ്ങ ശാഖകൾ ആ വെള്ളത്തിലെ വിഷവസ്തുക്കളെയും കാഠിന്യത്തെയും ആഗിരണം ചെയ്തു, ആൽക്കലൈൻ വാട്ടറായി മാറ്റി, വിഷവസ്തുക്കൾ അതിൽ നിന്ന് മാറ്റി. അപ്പം വെള്ളത്തിൽ നിന്നുള്ള അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇങ്ങനെ അതിട്ടുകൊണ്ട് വെള്ളത്തിലെ കാഠിന്യവും വിഷവസ്തുക്കളും പിന്നെ ആഗിരണം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ഇൻടേക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള വിഷവസ്തുക്കളെ മാലിന്യങ്ങളെയും ആഗിരണം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ക്ലീൻ ആവുന്നുള്ളതാണ്. അപ്പോൾ ഇവർ 7 വർഷമായി ഈ മുരിങ്ങയുടെ ഈ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ നടത്തി വരുന്നത് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കില്ലേ ഭൂമി ദൈവം തന്നൊരു സമ്മാനമായി നമുക്കിതിനെ, ഈ ഒരു സസ്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഇത്രയും കാലം നമ്മൾ അവഗണിക്കപ്പെട്ട ഇത് എത്രയും നിർഭാഗ്യകരമാണെന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം ആയുർവേദത്തിൽ നിരവധി ഗുണങ്ങൾ പിന്നെ എപ്പോഴും ഇതിനെപ്പറ്റി തിരിച്ചറിഞ്ഞിട്ട്, പിന്നെ നമുക്കറിയാം നെല്ലിക്ക, ഗിലോയി, നാരങ്ങ, കരിമ്പ്, മുന്തിരിക്ക, ഇതൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ ഓൾറെഡി അല്ലേ പല ഗുണങ്ങളും നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. എന്നാലും ഇവിടെ മുരിങ്ങ നമുക്ക് സൂപ്പർ ഫുഡ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, ഇത് അതിനേക്കാളും ഞാനീ പറയുന്ന സാധനക്കാളി, അതായത് ഈ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അശ്വഗന്ധ, നെല്ലിക്ക, ഗിലോയി, അങ്ങനെ കുറേ ആയുർവേദത്തിൽ പേര് കേട്ട സാധനങ്ങൾ, നാരങ്ങ, കരിമ്പ്, ഇതിനെയൊക്കെ ആളും 10 ഇരട്ടി പിന്നെ ഗുണമുണ്ടെന്നാണ് ഈ മുരിങ്ങക്ക് പറയുന്നത് പോഷകമൂല്യം. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇതിനൊരു മാക്രോ പോഷകത ആവശ്യകതയുടെ 90% വരെ നമ്മുടെ ഈ ഒരു ന്യൂട്രിയൻ ഡിഫിഷ്യൻസി മുരിങ്ങക്ക് മാത്രം നിറവേറ്റാൻ പറ്റുമെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. വിറ്റമിൻ A, B, C, D എന്നിവയുടെ സാന്നിധ്യം ഈ റിപ്പോർട്ടുകളിൽ വിശദമായി പ്രതിപാദിക്കുന്നു. റൈബോഫ്ലേവിൻ, നിയാസിൻ, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്താണ് അടങ്ങിയിട്ടില്ലാതെ എല്ലാം ഇത് ഈ മുരിങ്ങയിലുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ഈ ബയോട്ടോറിയം പ്ലാറ്റ്ഫോമിലൂടെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത കാര്യം പറയുക മെറ്റബോളിസം. നമ്മുടെ ഈ മെറ്റബോളിസത്തിന് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മെറ്റബോളിസം വർക്ക് ചെയ്യാൻ നമ്മൾ പറയും പിന്നെ ഉണങ്ങിയ പഴങ്ങൾ, അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ചാൽ നമ്മൾ പിന്നെ മെറ്റബോളിസം കൂട്ടുന്നൊക്കെ നമ്മൾ പറയുന്നു അല്ലേ. ഓക്കെ, ശരിയാണ്. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ശരീരം അത് ആഗിരണം ചെയ്യണമല്ലോ. നമ്മുടെ ശരീരം ആഗിരണം ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഈ പറയുന്ന മെറ്റബോളിസം നടക്കൂ. അപ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിൽ ഇത് ആഗിരണം ചെയ്യാനും വിഷവസ്തുക്കളിൽ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കിത് ആഗിരണം ചെയ്യാനും പറ്റില്ല. അവിടെയാണ് ഈ മോർവിറ്റ നമ്മുടെ സിസ്റ്റത്തെ സന്തുലിതമാക്കുന്നത്. മോർവിറ്റ കഴിച്ചും കൊണ്ട് നമ്മൾ ഇതൊക്കെ കഴിക്കണം, നമ്മളെ മെറ്റബോളിസം എന്തായാലും അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മളെ മെറ്റബോളിസം ഓട്ടോമാറ്റിക്കലി ശരിയാവുന്നുള്ളതാണ്. അതായത് വിറ്റമിനുകളും ധാതുക്കളും ഏത് അവയവത്തിലേക്ക് ഫലപ്രദമായി വിതരണം ചെയ്യാൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതൊരു സപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ദിവസേനയുള്ള ആരോഗ്യ ഭക്ഷണമായിട്ട് നമുക്കിതിനെ കാണാം. വേറൊരു കാര്യം പറയുക വെച്ചാൽ നമ്മൾ ഇതിനൊരു ഇൻടേക്ക് കഴിക്കുന്ന കാര്യം ഞാൻ പറയാം. ഇത് പൊടിയുടെ രൂപത്തിലും ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ആളുകൾ ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ ആളുകൾക്ക് തോന്നി ഇതൊരു ഗുളിക കഴിക്കുന്ന പോലെ, രോഗിയാക്കുന്ന പോലെ കഴിക്കാൻ മടിക്കുന്നവരുണ്ടാവും അല്ലേ. അവിടെയാണ് നമ്മുടെ ഈ മോർവിറ്റ ഒരു രുചികരമായ ചോക്ലേറ്റ് രുചിയുള്ള ഭക്ഷണപാനീയമായിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ആ ഒരു ഇത് വരില്ലല്ലോ. നമ്മൾ മരുന്ന് കഴിക്കുന്ന പേഷ്യൻസിന് അത് വേറെ. അതല്ലാതെ അസുഖമൊന്നും ഇല്ലാത്ത നമ്മൾ സ്ഥിരം ഇൻടേക്ക് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടൊക്കെ നമുക്ക് തോന്നില്ലേ. ഇപ്പം നമ്മളിപ്പോൾ ആംവേയുടെ ഒക്കെ ഒരുപാട് ഗുളികകളുണ്ട്. അപ്പോൾ എനിക്കും അതെ, കഴിക്കുമ്പോൾ ഒരുമാതിരി എന്തിപ്പോൾ അസുഖമുള്ള പോലെ ഗുളിക കഴിക്കുകയാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് രാവിലെ എന്ത് ചെയ്യാം, ഈ ചോക്ലേറ്റ് പാനീയമായിട്ട് നമുക്ക് പാലിൽ കഴിക്കാമെന്നത്. അപ്പോൾ ഇതിനൊരു മരുന്നായി കഴിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇത് എന്ത് ചെയ്യുക, പാലിൽ ചേർത്തിട്ട് നമുക്ക് സ്ഥിരമായി കഴിക്കാം എന്നുള്ളതാണ്. പിന്നെ അടുത്ത പറയാനുള്ളത് വെച്ചാൽ
പിന്നെ കുറേ ബെനിഫിറ്റ്സ്, അതായത് എഗെയിൻ അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി 300-ലധികം രോഗങ്ങൾ തടയുന്നതിന് ചികിത്സിക്കാനും മുരിങ്ങ സഹായിക്കുന്നു. പിന്നെ തലച്ചോറിന് ഞാൻ പറഞ്ഞ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, പ്രമേഹവും രക്തസമ്മർദ്ദവും, പിന്നെ സന്ധികൾക്ക് വേദന മാറുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ്. പിന്നെ അടുത്ത പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ക്വാളിറ്റി, ഈ പ്രോഡക്റ്റിൽ എങ്ങനെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്കിപ്പം പല രീതിയിൽ നമുക്ക് മുരിങ്ങ കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടെയൊക്കെ ഒരു ഗുണനിലവാരം സത്യസന്ധതയും നമുക്ക് പരിശോധിക്കാൻ എങ്ങനെ പരിശോധിക്കും? നമുക്ക് അതിനൊരു ഉറവിടമൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ബയോ മുരിങ്ങ പവറിൻ്റെ എന്താ ടെസ്റ്റഡ് ആയിട്ടുള്ള ഗവേഷണം ചെയ്തിട്ട്, അന്താരാഷ്ട്ര ഗവേഷണവും ദേശീയ ഗവേഷണവും ഒക്കെ കഴിഞ്ഞിട്ട് 7 വർഷമായി ക്ലിനിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വന്ന ഈ ഒരു മുരിങ്ങയുടെ ഉൽപ്പന്നം നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ 75 ലാബോറട്ടറിയിൽ വരെ പരീക്ഷയ്ക്ക് ശേഷം എന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പം നമ്മളിപ്പോൾ മുരിങ്ങയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം നമ്മുടെ വീട്ടിൽ മുരിങ്ങ മരം ഉണ്ടല്ലോ, നമ്മൾ ദിവസവും പിന്നെ ഭക്ഷണം വെച്ച് കഴിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞത് റിപ്പീറ്റ് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ സാമ്പാറിലൊക്കെ നമ്മൾ ഇടും അല്ലേ, ഇലക്കറി ഉണ്ടാക്കുന്നു, അതൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഇതിൽ പോഷകഗുണങ്ങളുണ്ട്, നമ്മളുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും അതൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഉപ്പും മഞ്ഞളും പിന്നെ എന്തൊക്കെയാണ് മസാലകൾ ഇടുന്നത്. പല മസാലകളൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അച്ചാറിൻ്റെ രൂപത്തിലാണെങ്കിൽ അച്ചാറിൽ എന്തൊക്കെ ഇടും അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഒരു കഴിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ 20% പോഷകമൂല്യം പോകുന്നു. അപ്പോൾ ആ പോഷകമൂല്യം പോയിട്ടൊക്കെയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ മുരിങ്ങപ്പൊടി അങ്ങനെയല്ല, നമ്മുടെ എല്ലാ പ്രോട്ടീൻ അതിൽ പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബയോട്ടോറിയത്തിൻ്റെ വിറ്റയും പിന്നെ ഈ ക്യാപ്സ്യൂളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ നമ്മുടെ ഈ ബയോട്ടോറിയം ഓർബിറ്റ മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ മുരിങ്ങപ്പൊടി, നമ്മളിപ്പോൾ ചിലർ മുരിങ്ങപ്പൊടി കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് പരിചയം ഉണ്ടാവും. അതായത് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു മുരിങ്ങപ്പൊടി പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇൻടേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ബയോ മുരിങ്ങപ്പൊടിയുടെ പ്രാധാന്യം. അതായത് ഈ മുരിങ്ങപ്പൊടിക്ക് ഭയങ്കര കയ്പ്പാണ്. പിന്നെ കായപ്പക്കയെക്കാട്ടിയും 10 ഇരട്ടി കയ്പുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങളാരും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. 10 ഇരട്ടി കായപ്പക്കയേക്കാൾ കയ്പുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ പിന്നെ രണ്ടാമതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്ക് മൈലാഞ്ചിയോട് സമാനമായ ഒരു മണമുണ്ട്. മൈലാഞ്ചിയുടെ മണവും കയ്പക്കനെക്കാട്ടി 10 ഇരട്ടി കയ്പൊക്കെയുള്ളൊരു സാധനം എങ്ങനെ കഴിക്കും അല്ലേ. പിന്നെ മൂന്നാമതായി ഇത് വളരെ ഒട്ടിപ്പിടിക്കും. വെള്ളത്തിൽ ഇത് സോല്യുബിളല്ല, വെള്ളത്തിൽ ലയിക്കുമൊന്നുമില്ല. അപ്പോൾ അപ്പം നിങ്ങളുടെ തൊണ്ടയിൽ പോയിട്ട് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിജീവനത്തിനാവശ്യമായ അത്യാവശ്യ മരുന്നാണ് ഇത് എന്നൊരു ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടർ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളിത് ഡോക്ടർ നിർബന്ധിച്ചാൽ നമ്മളിത് കഴിക്കും. കാരണം എൻ്റെ അസുഖം മാറ്റുകയാണെങ്കിൽ ഇത് കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് കഴിക്കാൻ നിർബന്ധിതമാകുകയാണ്. അപ്പോഴാണ് നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രുചിയും ആരോഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിന്നെ ഇവർ ചോക്ലേറ്റ് ഫ്ലേവർ പൊടിയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ടേസ്റ്റ് ആണെങ്കിലും കുട്ടികൾക്കൊക്കെ അത് കുടിക്കാൻ അവർക്ക് മടിയുണ്ടാവില്ല. അപ്പം നമ്മൾ അത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവർ ഒരുപാട് പ്രോസസ്സിങ്, കോൾഡ് പ്രോസസ്സിങ്ങും ഹോട്ട് പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ ഗുണങ്ങൾ പോകുന്നത് അതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റാണ് ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് 90% വരെ മൈക്രോ പോഷകങ്ങൾ ഇതിൽ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ക്ലിനിക്കലി ഉറപ്പുവരുത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ധൈര്യമായി കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ മികച്ചതാണ്. അപ്പം നമുക്കൊരു പാലിൽ കലക്കി കുടിക്കാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമ്മളെ അറിയാം, ഈ ബോൺവിറ്റ ഹോർലിക്സ് കുട്ടികൾക്ക് ബൂസ്റ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലേ. അപ്പോൾ അതൊക്കെ കുടിക്കുന്നത് പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഒരു ബ്രാൻഡുകളൊക്കെ മറക്കുക. കാരണം അത് പിന്നെ ഒരു ന്യൂട്രീഷ്യൽ ഫുഡൊക്കെ ആണെന്ന് വെച്ച് പറഞ്ഞിട്ടൊക്കെ പിന്നെ പ്രചരിപ്പിച്ചതിന് ശേഷം അത് ഇപ്പോൾ ഓൾമോസ്റ്റ് അത് മന്ത്രാലയം ബാൻ ചെയ്ത ഒരു ഇതിലാണ് അതൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ ഒരുപാട് ഷുഗറൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ഹെൽത്ത് ഡ്രിങ്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു മോർവിറ്റ പൗഡർ കൊണ്ട്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കാം. നമ്മൾ സ്ഥിരമായി കഴിക്കാൻ 15 ദിവസം കൊണ്ട് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ നമ്മൾ ഒരു മാജിക്കൽ എഫക്ട്സും കൂടെ നമ്മളൊന്ന് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇത് ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മുരിങ്ങ ഫലപ്രദമാണെന്ന് വസ്തുത ഞാൻ ICMR തെളിയിച്ചിരിക്കുന്നുണ്ട്.
ഒരുപാട് രോഗികൾ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിലൊക്കെ ലാസ്റ്റ് സ്റ്റേജിലുള്ളവരെ ഒന്നും പിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കാരണം ഇതിൻ്റെ അകത്തില്ലേ നിയാസിമൈസിൻ പോലുള്ള സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു. ഓക്കെ, ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കും ഇതൊരു പ്രധാന സംഭാവനയാണ്. അപ്പം മുരിങ്ങക്ക് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ക്യാൻസറിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെ അതൊരു സത്യമാണ്. മുരിങ്ങക്ക് ക്യാൻസറിനെ സുഖപ്പെടുത്താൻ കഴിയും. അത് കുറേ സ്റ്റേജിലൊന്നുമല്ല, ആദ്യഘട്ടത്തിലൊക്കെ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ കോശങ്ങൾ ഡാമേജ് ആവുന്നതിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ പിന്നെ ഞാൻ പറഞ്ഞില്ല ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. പിന്നെ കാരണം നമ്മുടെ നല്ല കലകളിൽ പിന്നെ ക്യാൻസറിൻ്റെ ഏതെങ്കിലും ഫൈബ്രോസിസ് രൂപീകരണത്തിനൊക്കെ പിന്നെ ക്രമേണ ഇത് നിർമ്മിക്കുന്നു. പിന്നെ പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മുരിങ്ങ പ്രമേഹത്തെ നിയന്ത്രിക്കും, സന്തുലിതമാക്കും ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ കാരണം എന്താണെന്നറിയോ? ഒരാൾക്ക് പ്രമേഹം ബാധിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്? അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് സ്വാഭാവികമായി കുറയുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? അവർക്ക് ഇൻസുലിൻ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ മുരിങ്ങ ശരീരത്തിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഇൻസുലിൻ അതിൻ്റെ പോഷക മൂല്യത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസുലിൻ്റെ ആ ഒരു കുറവ് പിന്നെ ഓക്കെയാവും, അതായത് നിയന്ത്രണത്തിൽ വരും. അപ്പോൾ പ്രമേഹ ഇൻസുലിനും പിന്നെ ഒരു മനുഷ്യ ഇൻസുലിനായിട്ട്, അതായത് ഒരു പുറത്തു നിന്നുള്ള ഒരു ഇതായിട്ടുള്ള ഒരു ഹെൽത്തി വേയിൽ നമുക്കതൊരു ഇൻസുലിനായിട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഐസോത്തിയോസൈനേറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകതരം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്, അത് സജീവമാക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ ശരിയായ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു നമ്മുടെ മുരിങ്ങ പവറിന് കഴിവുണ്ട്. അപ്പോൾ അറിയാലോ നമുക്ക് ഇതിൻ്റെ പ്രമേഹ രോഗികളിൽ ഇതിൽ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, മുരിങ്ങയിൽ ക്വെർസൈറ്റിൻ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാം. ക്വെർസൈറ്റിൻ എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി രക്തസമ്മർദ്ദം കുറക്കാനും ധമനികളെ വിശ്രമിക്കാനും ഈ ഒരു ക്വെർസൈറ്റിൻ സഹായിക്കുന്നു. പിന്നെ ഒരു കാലത്ത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ ബാധിച്ചിട്ട് വേദനയിൽ പൊളഞ്ഞ 47 രോഗികൾ അതിജീവിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി പിന്നെ കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത. 17 ഡയാലിസിസ് രോഗികൾ അവരുടെ ചികിത്സാ ചക്രങ്ങൾ 4ൽ നിന്ന് 2ആയി കുറഞ്ഞു എന്നും ഇവിടെ പിന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഇവർ ചെയ്ത ടെസ്റ്റിലൂടെ ഇതൊക്കെ അവർ ടെസ്റ്റ് ചെയ്തതാണ്. അതായത് ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ ഈ ഒരു ചികിത്സാ ചക്രങ്ങളുണ്ട്, അത് നമുക്കറിയാലോ, അത് 4ൽ നിന്ന് 2ആയി കുറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ ഇനിയും പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിന്നെ കുറേ ഗുണങ്ങളെ പറ്റി പറഞ്ഞല്ലേ, കുറേ ഗുണങ്ങളെ പറ്റി. പക്ഷേ ഇതിൽ ഒരു പോരായ്മയുണ്ട്, അതൊന്ന് നോട്ടീസ് ചെയ്തേക്കാം. അതായത് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ ഈ ഉൽപ്പന്നം ഉപയോഗിക്കരുത് എന്നാണ് അവർ പറയുന്നത്. അതായത് ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഇത് കഴിക്കേണ്ടതെന്ന്. കാരണം ഇത് മെയിനായിട്ട് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ലോ പ്രഷർ ഉള്ളവർ ഇത് കഴിക്കേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ ഇനി നിങ്ങളൊരു 100 ദിവസം അല്ലെങ്കിൽ 120 ദിവസം ഇത് കഴിക്കാൻ തുടങ്ങിയാൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫലം ലഭിക്കും, ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ അലോപ്പതിയിലൊരു പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ നമുക്കറിയാം പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്ന് ഡോക്ടർ പറയും അല്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു മുരിങ്ങ പൗഡർ ഒരു 3 മാസം ഉപയോഗിക്കുമ്പോൾ 2ാമത്തെ മാസം, അതായത് പ്രഷർ ഇത് പറയാം, ബ്ലഡ് ഷുഗർ ആണെങ്കിലും അതൊക്കെ പറയാം, 2ാം മാസം മുതൽ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ തുടങ്ങും. 3 മാസം നമ്മൾ സ്ഥിരമായി കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു മിറക്കിൾ ട്രീ എന്നും മാജിക്കൽ ട്രീ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ, ഭൂമിയിലെ അത്ഭുത സസ്യം തന്നെയല്ലേ ഇത്. അടുത്ത എന്താ പറയുള്ളതെന്ന് വെച്ചാൽ എങ്ങനെ ഇത് കൺസംഷൻ, ഓക്കെ, ഇനി നിങ്ങളൊക്കെ സംശയിക്കുന്നത് എങ്ങനെ കഴിക്കണം എന്നുള്ളതല്ലേ. ഇപ്പോൾ മോർവീറ്റ നമുക്ക് പൗഡർ രൂപത്തിലും ക്യാപ്സ്യൂൾ രൂപത്തിലും ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് രണ്ടും നമുക്ക് ആയുഷ് മന്ത്രാലയയുടെ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായി കഴിക്കാം. പിന്നെ പ്രമേഹ രോഗികളും പിന്നെ ഈ യാത്രകളൊക്കെ പോകുന്ന ആളുകളാകുമ്പോൾ നമ്മൾ ഈ പൗഡറൊക്കെ പാലിൽ കലക്കി കുടിക്കാൻ തന്നെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവരും പിന്നെ പ്രമേഹ രോഗികൾ എന്തായാലും ഇതിൻ്റെ ക്യാപ്സ്യൂളാണ് കഴിക്കേണ്ടത്. അവർ രാവിലെയും വൈകുന്നേരം, അതായത് രാവിലെ വെറും വയറ്റിലും പിന്നെ വൈകുന്നേരം ഡിന്നറിന് കഴിഞ്ഞിട്ടും ഓരോ ഗുളിക വീതം കഴിക്കാം.
പിന്നെ മോർവിറ്റ പൗഡർ എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. ഈ ഒരു എക്സെപ്ഷൻ മാത്രം ഞാൻ പറഞ്ഞല്ലോ, പ്രമേഹ രോഗികൾ ഒഴിവാക്കി കളയാം. പിന്നെ കിഡ്നി പ്രോബ്ലം അധികമുള്ളവരെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അവർക്കൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാമെന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഒരു നിശ്ചിത അളവിൽ മുരിങ്ങ കഴിക്കണം. അതിപ്പോൾ അലോപ്പതി ആയാലും ആയുർവേദമായാലും ഒരു നിശ്ചിത അളവിൽ മാത്രമേ എന്തും നമ്മൾ അത് പറയാലോ, അധികമായാലും അമൃത വിഷമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ന് വെച്ചാൽ 5 ഗ്രാമാണ്. ഇപ്പോൾ പൗഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 5 ഗ്രാം വൈകുന്നേരം രാവിലെ 5 ഗ്രാമും വൈകുന്നേരം 5 ഗ്രാമും ആണ് ഇതിൻ്റെ കഴിക്കേണ്ടത്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും കഴിക്കരുത്. കൂടിയാലും ദോഷമാണ്, കുറഞ്ഞാലും ദോഷമാണ്. അത് 5 ഗ്രാം അളന്നിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാലിൽ കലക്കി കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു 90% വരെ നമ്മുടെ പോഷക ഗുണങ്ങൾ അതിനെ പിന്നെ ഇത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. പിന്നെ പാലിനേക്കാൾ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഒരുപാട് കാൽഷ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. പാലിനേക്കാളും 17 മടങ്ങ് കൂടുതൽ കാൽഷ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലുകളും പല്ലുകളും ഇരുമ്പിനെ പോലെ ശക്തമാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചീരയേക്കാൾ 25 മടങ്ങ് കൂടുതൽ ഇരുമ്പുണ്ട് ഇതിൽ. ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിളർച്ചയും ബലഹീനതയും ഫലപ്രദമായി ഇല്ലാതാക്കുന്നു. നേരത്തെ പറഞ്ഞ വാഴപ്പഴത്തെക്കാളും 15 മടങ്ങ് കൂടുതൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. തൈരിനേക്കാൾ 9 മടങ്ങ് കൂടുതൽ പ്രോട്ടീൻ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. തൈരിനേക്കാൾ 9 മടങ്ങ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് പേശികളുടെ വീണ്ടെടുക്കലിൻ്റെ ശക്തിക്കും ഇത് മികച്ചതാണ്. ക്യാരറ്റിനേക്കാളും 10 മടങ്ങ് കൂടുതൽ വിറ്റമിൻ ഉള്ളതുകൊണ്ട്, വിറ്റമിൻ എ ഉള്ളതുകൊണ്ട് കാഴ്ചക്കും തിളക്കമുള്ള ചർമ്മത്തിനും ഇത് സഹായിക്കുന്നു. ഓറഞ്ചിനേക്കാൾ 7 മടങ്ങ്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ചൊക്കെ എത്രയോ കഴിക്കണം, അവിടെയാണ് നമ്മൾ പറയുന്നത്. ഓറഞ്ചിനേക്കാൾ 7 മടങ്ങ് കൂടുതൽ വിറ്റമിൻ സി പിന്നെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ശക്തമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അറിയാലോ, വിറ്റമിൻ സി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഇതിൽ 46 തരം ആൻറ്റി ഓക്സിഡൻറ്റുകളും 36 തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് പിന്നെ പല സപ്ലിമെൻറ്റുകൾ വാങ്ങിക്കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയുക, നമ്മളുടെ തല മുതൽ മുടി വരെ, അല്ലെങ്കിൽ പിന്നെ തലയിലെ മുടി മുതൽ കാൽ വിരലിലെ നഖങ്ങൾ വരെ നിങ്ങളെ ആരോഗ്യകരമായി സൂക്ഷിക്കാൻ ഈ ഒരൊറ്റ ചെടിയിൽ പാക്കിൽ നമുക്ക് ഗുണമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ 15-20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ ഈ പാലുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ഈ കാൽഷ്യം കൺസംഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ കാൽഷ്യം പാലിനേക്കാൾ കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പാലിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കാൽഷ്യം കൺസംഷൻ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കും. അത് കൂടുതൽ നമുക്ക് കാൽഷ്യം കിട്ടുന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ 30-40 അതിനു മുകളിലുള്ള പ്രായക്കാർക്ക് പിന്നെ രാവിലെ വെറും വയറ്റിൽ ചെറുചൂടുള്ള വെള്ളത്തിനൊപ്പം ക്യാപ്സ്യൂൾ കളിക്കുന്നതാണ് നല്ലത്. അതായത് കുറച്ച് നമ്മൾ പറയുമല്ലോ, വയസ്സ് കൂടുമ്പോൾ നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യതയും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ എപ്പോഴും പിന്നെ ഗുളിക കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ജിമ്മിൽ പോകുന്നവരും പിന്നെ കുട്ടികളൊക്കെ പാലിൽ ഷേക്കായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. കാരണം അവർ വർക്കൗട്ട് ചെയ്യുമല്ലോ, കുട്ടികളും ഓടലും ചാടലും ജിമ്മിലുള്ളവരും. അപ്പോൾ അവർക്കൊക്കെ പിന്നെ പാലിൽ ഷേക്കായിട്ട് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. ഞാൻ പറഞ്ഞു പിന്നെ ഇത് സ്ഥിരമായി കഴിക്കാം, ഒന്നും ധൈര്യമായി കഴിക്കുക എന്നുള്ളതാണ്. പ്രമേഹമുള്ളവരിടക്ക് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങളോട് പറയും പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് വ്യത്യാസം വന്നത്. അപ്പോൾ അതൊരു അത്ഭുതം തന്നെയല്ലേ. അപ്പോൾ അത് ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു മുരിങ്ങയെ നമ്മൾ എന്താ പറയുന്നത്, ഒരു അത്ഭുത വൃക്ഷമായിട്ട് പിന്നെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇത് ധൈര്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. മറ്റേ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗുളികയിൽ നിന്ന് പിന്നെ 4 എണ്ണം കൂടി ചേർക്കും അല്ലേ. കൂടുതൽ നമ്മൾ ഡോക്ടർ ബസ് മരുന്നുകൾ കഴിക്കാൻ പറയും. അത് ആ മരുന്നിൻ്റെ ഇൻടേക്ക് കൂടുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കാണാം വ്യാപകമായിട്ട് മുടി കൊഴിച്ചിലെന്ന്. മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരു ഹോസ്പിറ്റലൈസേഷനൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളെ കാണാം, അവർക്ക് മുടി കൊഴിയുന്നതായിട്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഈ ഒരു കെമിക്കൽസിൻ്റെ ഇതുകൊണ്ടല്ലേ നമുക്കതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ചെറുക്കാൻ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ പരിഹരിക്കാമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതി, അത് കൺക്ലൂഷന് മുന്നേ നമ്മുടെ സമയവും കുറേ അധികരിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ, അതായത് അന്നത്തെ ആ പ്രോഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ എക്സ്പേർട്ട് അല്ലല്ലോ. കാരണം അവർ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്ലൈ മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഓക്കെ. പിന്നീട് നമുക്ക് കൂടുതൽ സംശയം വരുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം കൂടുതൽ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് ചോദിച്ച കുറച്ച് സംശയങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ 1 വയസ്സ് മുതൽ 100 വയസ്സുള്ളവർക്ക് വരെ കഴിക്കാമെന്നാണ് പിന്നെ അവർ പറഞ്ഞിരുന്നത്. കാരണം ഇത് 100% സുരക്ഷിതമാണ്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർക്ക് പാല് വർദ്ധിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അവർക്ക് ഇത് കഴിക്കാം. പക്ഷേ അവർ ഒരു 7 മാസം വരെ അവർക്ക് ഇത് കഴിക്കാം. പക്ഷേ 7 മാസം കഴിഞ്ഞാൽ ഇത് കഴിക്കണ്ട എന്നാണ് അവരന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡയാലിസിസിൻ്റെ എണ്ണ ഇതിന് ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരത് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രക്തം കട്ടപ്പിടിക്കാതിരിക്കാൻ മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഇത് രക്തം ഇതാവാനുള്ള അടങ്ങിയിരിക്കുന്നതുകൊണ്ട്, വിറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് രക്തം കട്ടപ്പിടിക്കാതെ ഇരിക്കാൻ മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്കിത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോവുക. എന്താ പറയുക, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു വലിയൊരു താങ്ക് യു തന്നെ പറയാം അല്ലേ. ഇതിൻ്റെ രുചിയാവട്ടെ, ആരോഗ്യത്തിൻ്റെ ഗുണങ്ങളാവട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ പേറ്റൻറ്റ് കിട്ടിയത് കൊണ്ടാവട്ടെ, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കുടുംബത്തിലെ മിശ്ര കുടുംബം നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഈ ബയോട്ടോറിച്ചിൻ്റെ മോർവിറ്റ എത്രയും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പോഷകാഹാരത്തെ നമുക്ക് നമ്മളുടെ ബയോമാഗ്നറ്റിക് തെറാപ്പിയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, നമ്മൾ ബയോമാഗ്നറ്റിക് തെറാപ്പി ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതിൻ്റെ കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും തന്നെ, നമുക്കിപ്പോൾ ഇന്ത്യ മാത്രം പറയാം, ആരോഗ്യകരമാക്കാൻ സമൃദ്ധമാക്കാനുള്ള ഈ ഒരു മഹത്തായ ദൗത്യത്തിൽ നമ്മളുടെ ആത്മാവിനെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്ത് തുടങ്ങിക്കോളൂ, ധൈര്യമായി ഓർഡർ കൊടുത്തോളൂ. രാവിലെ നിങ്ങൾ കുട്ടികളായാലും പ്രായമുള്ളവരായാലും ഒക്കെ ഇത് കഴിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എന്നെ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിന് വളരെ ഹാർദവമായി ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം നാളെ നിങ്ങൾക്കിത് ഒരു കസ്റ്റമറുടെ അടുത്ത് പോയി പറയുമ്പോൾ നിങ്ങൾക്കിത് വലിയ ഉപകാരപ്പെടുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ട് എന്നെ വിളിച്ചോളൂ പേഴ്സണലി, ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. Thank you so much, ma'am. Thank you. Thank you. Thank you. Thank you, madam. Madam, thank you. Okay. Thank you, Leena madam. മാഡം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലളിതമായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മോർവിറ്റയെ പറ്റി പറഞ്ഞു തന്നു. നമുക്കറിയാം സെയിലാണ് നമ്മുടെ എല്ലാം, ഈ ബയോടൂറിസത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ സെയിൽ തന്നെയാണ്. അപ്പൊ ആ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കസ്റ്റമർ എടുത്തു പോയിട്ട് അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ ഇതിന് പിന്നിൽ വലിയൊരു എഫേർട്ട് ഉണ്ട് മാഡത്തിന് അല്ലേ. നമുക്കറിയാം ഇത് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് ലളിതമായി എത്തിച്ചു തരണം എന്നുണ്ടെങ്കിൽ മാഡം അതിനു വേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും നന്ദി നമുക്ക് ഒരു ഡിജിറ്റൽ ആപ്പിലൂടെ മാഡത്തിന് ഓക്കെ. ഇനി ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരുടെയും വീട്ടിൽ മോർവിറ്റ വാങ്ങിയിരിക്കും. അതേപോലെ തന്നെ എല്ലാവരും അത് സെയിലിൽ ഉൾപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. മാഡത്തിന്റെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇന്ന് രാവിലെ തന്നെ ഒരു എനർജി ബൂസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി താങ്ക്സ് മാഡം. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ടോപ്പിക്കുമായിട്ട് നമ്മുടെ അടുത്ത് ഈ 6 AM ക്ലബിൽ വരിക, ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തരിക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ ഇനിയും നമുക്ക് മോർവിറ്റയെ പറ്റി തുടർന്നും കിട്ടുന്നതായിരിക്കാം. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിൽ കൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു 6 AM പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു സെഷനാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് ക്ലോസിംഗ് സെഷൻ. അതിനുവേണ്ടി നമുക്ക് എല്ലാ ദിവസവും ക്ലോസിംഗ് സെഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള തൃപ്പൂണിത്തറ സ്വദേശിയായ മനോജ് സാറാണ്. സാർ ഇന്നും നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. അതേപോലെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ
നമുക്ക് ഈ കേരളത്തിലേക്ക് ഈ ബയോട്ടോറിയ പ്രൊഡക്റ്റും പ്രൊജക്റ്റും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും വെറും 10 മാസം കൊണ്ട് കമ്പനിയുടെ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഡയമണ്ട് എന്ന ആ ഒരു റാങ്ക് അച്ചീവ് ചെയ്യുകയും വെറും 10 മാസം കൊണ്ട് 1 കോടി നേടുകയും പിന്നീട് 4.5 വർഷമായപ്പോഴേക്കും 4 കോടി ഏൺ ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ടീമിനെ കേരളത്തിനകത്തും പുറത്തും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യം സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ടും നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും പ്രോഗ്രാമുകളും നമുക്ക് വേണ്ടി ഓരോ ദിവസവും അറിവ് തന്നുകൊണ്ട് നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സാറിന്റെ വിജയം നമ്മളെ കൂടെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന സാറിന്റെ വലിയ വിലയേറിയ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും കേൾക്കാം. അതിനുവേണ്ടി സാറിനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വെൽക്കം മനോജ് സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു നൈന മാം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മളെല്ലാം പ്രിയങ്കരിയായ ലീന മാഡമാണ് നമ്മളോട് സംവദിച്ചത്. ലീന സുജിത് ഫ്രം ജാർഖണ്ഡ്. അവർ പരിചയപ്പെടുത്തി തലശ്ശേരി സ്വദേശിയാണ്. പ്രകൃതിക്ക് ഓരോ നിയമമുണ്ട്, ദൈവത്തിന് ഓരോ നിശ്ചയമുണ്ട് അല്ലേ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ജീവിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ ജാർഖണ്ഡിൽ ജീവിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ മകളുമായിട്ട് അവിടെ ജീവിക്കുന്നു. നല്ലൊരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും മാഡത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു യൂട്യൂബർ കൂടിയാണ്. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ബയോട്ടോറിയത്തിന്റെ മാത്രം യൂട്യൂബാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം മറ്റു ചപ്പ് ചവറ് യൂട്യൂബ് ചെയ്യുന്ന ആളല്ല. ബയോട്ടോറിയത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നന്നായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സാഗർ സാറും അതുപോലെ നോർത്ത് ഇന്ത്യൻ ടീംസും ഒക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ ഈ അവസരത്തിൽ ലീനാമ്മ നേരുകയാണ്. ലീനാമ്മ വേറെ ഫീൽഡിലായിരുന്നു, വേറൊരു കമ്പനിയിൽ വർക്ക് കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കേട്ട സമയത്ത് വളരെ നമ്മളെ പോലെ തന്നെ പലരെ പോലെ തന്നെയും വളരെ ഇതിനെ എതിർത്തുകൊണ്ടൊക്കെയാണ് സംസാരിച്ചത്. ഈ പ്രൊഡക്റ്റിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. ആദ്യം തന്നെ പ്രൊഡക്റ്റ് വാങ്ങി കൊടുത്തത് എന്റെ ചേച്ചിക്കാണ്. വേണം ഉപയോഗിച്ചിരുന്നില്ല, കാരണം പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ചേച്ചിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇതിനകത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. അപ്പോഴും പറഞ്ഞു ഞാൻ ആ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു വരുമാനത്തിന് വേണ്ടിയാണ്. അപ്പൊ അതിന്റെ വരുമാനം ഇതിന്റെ വരുമാനം തമ്മിലുള്ള വ്യത്യാസം നോക്കാൻ പറഞ്ഞു. നമ്മുടെ ബയോമാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി ഏറ്റവും അനന്ത സാധ്യതയുള്ള ഒരു തെറാപ്പിയാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. ബയോട്ടോറിയം എന്ന് പറയുന്നത് മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിന്നും വേർതിരിഞ്ഞ ഒരു മേഖലയിലൂടെ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഫുള്ളായിട്ടും ഇതിനകത്തേക്ക് ഏറ്റെടുക്കുകയും നല്ല ടീമിനെ കേരളത്തിന് പുറത്തൊക്കെ നല്ല ടീമിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവര്. നല്ല നമ്മുടെ കമ്പനി പ്രോഗ്രാമില് ഞാൻ പോലും പങ്കെടുക്കാത്ത പല പ്രോഗ്രാമിലും കൽക്കത്തയിലൊക്കെ നടന്ന വലിയൊരു പ്രോഗ്രാമിൽ അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ലീന മാഡത്തിന്. അതുപോലെ ലീന മാഡത്തിന്റെ കൂടെ നമ്മുടെ ചന്ദ്രിക മാഡം ചന്ദ്രിക നായർ അവര് നമ്മുടെ കഴിഞ്ഞ വിസിറ്റ് ഉണ്ടായിരുന്നു ഓഫീസിൽ. ചന്ദ്രിക മാഡത്തിന് ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അവര് സൂമിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് വന്ന ദിവസം മുതൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും വളരെ നന്നായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല വീഡിയോസ് ആണ്. ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ നേരുകയാണ്. ഇനി നമ്മുടെ മോർബിറ്റയുടെ വീഡിയോ അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചന്ദ്രിക മാഡത്തിൽ നിന്നും. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്കുണ്ട്. നല്ല അടിപൊളി ലാംഗ്വേജ് ആണ് അവരുടെ. അപ്പൊ നല്ല രീതിയിൽ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചും അവർ അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ വിസിറ്റിൽ അവരും മോളും കൂടി അവിടെ വന്നിരുന്നു ഓഫീസിൽ. ഞാൻ പറഞ്ഞത് കൽക്കത്തയിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ ഭയങ്കര ഒരു 10,000 പേരുടെ പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഗേറ്റൊക്കെ ബന്ധാക്കിയായിരുന്നു. അപ്പൊ എന്നാലും ഞാനത് വേറെ അവിടെ ലീഡേഴ്സിനൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു സ്പെഷ്യൽ എൻട്രി എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറ്റുകയും ഞാൻ പറഞ്ഞു സാഗർ സാറിനെ കണ്ടിട്ട് പോയാൽ മതി. അവിടെ അച്ചീവേഴ്സിനെ മാത്രമേ സാഗർ സാറിനെ കാണാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ അവിടെ ഇടിച്ചു കയറിയിട്ട് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞാൽ മതി, എന്തായാലും നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ആവേശത്തോടെ സാഗർ സാറിന്റെ അടുത്ത് പോയി. അല്ലേ, കേരള ടീമിലാണെന്ന് പറഞ്ഞ് സാഗർ സാറിന്റെ കൂടെ നിന്നുകൊണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സ്വന്തമായിട്ട് ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് കാശൊന്നും നോക്കാതെ എവിടെയൊക്കെ പോയി വരണമെങ്കിൽ വലിയ ചെലവുണ്ട്. കഴിഞ്ഞ വേറൊരു പ്രോഗ്രാമിലും പോയിരുന്നു. അത്രയും ആത്മാർത്ഥമായിട്ട് ബയോട്ടോറിയം ചെയ്യുന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ലീന മാം. എന്തായാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭാവിയിലെ ബയോട്ടോറിയത്തിലെ കോടീശ്വരിയായിട്ട് ലീന മാഡം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അതുപോലെ തന്നെ മകളും വളരെ നന്നായിട്ട് പ്രൊമോട്ട്, കൊച്ചുകുട്ടിയാണ് കേട്ടോ, +2 പഠിക്കുന്ന കുട്ടിയാണ്. മോളുടെ പേരിൽ ഇപ്പൊ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ പാരന്റ്സിനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മോർ വിറ്റ, അതിന്റെ പേര് തന്നെ കാണാം അല്ലെ, മോർ പവറിൽ നിന്ന് നമ്മൾ മോർ വിറ്റയിലേക്കും കൂടി വന്നിരിക്കുകയാണ് ഇപ്പൊ അല്ലെ. കൂടുതൽ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നതാണ് മോർ വിറ്റ എന്ന് പറയുന്നത്. വൈറ്റമിൻസ് അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തെല്ലാം വൈറ്റമിൻസ് എങ്ങനെയൊക്കെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നു എന്ന് ഇവിടെ മാഡം പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിന്റെ ഗുണങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇത് കഴിക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇത് ലോ പ്രഷർ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. ചില സ്ത്രീകൾക്കൊക്കെ ലോ പ്രഷർ ഉണ്ടാവാറുണ്ട് അല്ലെ, അവരൊരിക്കലും ഇത് ഉപയോഗിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. ബാക്കി എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് വരെ നമുക്ക് കൊടുക്കാം. ലോ പ്രഷറുള്ള ആളുകൾക്ക് കൊടുക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മിക്കവാറും ലോ പ്രഷറുള്ള ആളുകൾ ഉണ്ടാകാറുണ്ട്. അവരൊരു കാരണവശാലും മുരിങ്ങ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും അത് നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഷുഗറിനായാലും BP-ക്കായാലും മറ്റേത് കാര്യത്തിനായാലും ക്യാൻസർ സെല്ലുകൾ ശരീരത്തിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന 4th സ്റ്റേജിലുള്ളവർക്ക് മാറ്റി കൊടുക്കാമെന്നും പറയരുത്. ക്യാൻസർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ വളരില്ല. നമ്മളിത് വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിനാണ്, നമ്മൾ രോഗാവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിച്ചു കൊടുക്കാതിരിക്കാനാണ് അല്ലെ. രോഗാവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഇത് ക്യാപ്സ്യൂൾ രൂപത്തിലുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ രൂപത്തിലുണ്ട്. ക്യാപ്സ്യൂൾ രൂപത്തിലാണെങ്കിൽ 2 ബോട്ടിൽ, അത് ഒരു ബോട്ടിലിൽ 60 എണ്ണം ഉണ്ടാകുക, 60 എണ്ണം ഇൻറ്റു 2 ബോട്ടിൽ, അപ്പൊ 120 എണ്ണത്തിന്. നമുക്ക് അതിന്റെ PPT റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട PPT ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പർച്ചേസിന്റെ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാലും മതി, വേണമെങ്കിൽ 2 എണ്ണം കഴിക്കാം, രാവിലെയും രാത്രിയും കഴിക്കാം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദിവസം ഒരെണ്ണം വീതം കഴിക്കുക, പിന്നെ വേണമെങ്കിൽ 2 എണ്ണം ആക്കുക. അപ്പോൾ ഒരു 120 എണ്ണം കഴിച്ചാൽ 60 ദിവസം കഴിക്കാനുള്ള സംഭവം ഉണ്ട് നമുക്ക്. 60 ദിവസം എന്ന് പറഞ്ഞാൽ 2 മാസത്തേക്കാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയ? ഫുൾ ഹെൽത്തി ആയിരിക്കും നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ. 60 ദിവസം നമുക്ക് കഴിക്കാം. അതേപോലെ തന്നെ ഇത് ടാബ്ലറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ട്, കുട്ടികളൊന്നും ഒരു ടാബ്ലറ്റ് രൂപത്തിലുള്ള കഴിക്കില്ല. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചോക്ലേറ്റ് രൂപത്തിലുള്ള പൗഡർ, പ്രോട്ടീൻ പൗഡർ പോലെ നല്ല ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണ്. അതെന്ത് ചെയ്യാം, നല്ല ചൂട് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കുട്ടികൾ അത് കുടിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയും. മനസ്സിലായോ? എല്ലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ മസിലും കിസിലും മറ്റേ കാര്യങ്ങളെ നോക്കുള്ളൂ അല്ലെ. എല്ലുകൾക്ക് ക്ഷീണം സംഭവിച്ചാൽ ശരീരം പൊടിപൊടിയായി പോകും. കാണില്ലേ, ചില പ്രായം കൂടുന്ന ആളുകൾ പെട്ടെന്ന് വീണ് കഴിയുമ്പോഴേക്കെല്ലാം ആകെ ഇതാവുന്നില്ലേ, കാലും കൈയൊക്കെ ഒടിഞ്ഞു പോകുന്നത്. അപ്പൊ എല്ലുകൾക്ക് വളരെ ശക്തി കൊടുക്കേണ്ടത് വളരെ ആവശ്യം. നമ്മൾ എല്ലിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കൂല. മസില് അല്ലെ, സൗന്ദര്യം, ഇതൊക്കെ നോക്കുള്ളൂ. അപ്പൊ എല്ലുകൾക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ പറഞ്ഞ മോർ വിറ്റ എന്ന് പറയുന്നത്. അപ്പൊ കുടിക്കാനുള്ള സൗകര്യത്തിൽ, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് അത് പ്രോട്ടീൻ പൗഡർ രൂപത്തിൽ നല്ല ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് രാവിലെ ഇളം ചൂടുള്ള പാലിൽ കലക്കി കൊടുക്കുക. അത് പിന്നെ ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഇതില്ലാതെ വിടത്തില്ല. നമ്മളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവനത് ശീലമായിട്ട് മാറും. അപ്പോൾ നല്ല രീതിയിൽ അത് കൺസ്യൂം ചെയ്യാം. ഏറ്റവും നല്ലതാണ് ബോഡിക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിന്റെ ഇപ്പൊ എന്തായാലും യൂട്യൂബിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാഡം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെന്തായാലും നമുക്ക് നല്ലൊരു പോഷകാഹാരമായിട്ട് എല്ലാ വീട്ടിലും മേശപ്പുറത്ത് ഒന്നിക്കിൽ നമ്മുടെ ടാബ്ലറ്റ് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ പൗഡർ വാങ്ങി വെക്കുക. ഇത് ഇപ്പൊ ഈ ക്ലാസ് കേട്ടപ്പോൾ എല്ലാവരും അത് കഴിച്ചൊരു പ്രതീതിയിലാണ് സത്യം മാഷൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായ? എന്തോ ഒരു നല്ലൊരു എനർജി വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത്രയും നല്ല വിഭവ സമൃദ്ധമായിട്ടാണ് ലീന മാഡം ഇത് ഇവിടെ വിളമ്പി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായ? കഴിച്ചൊരു പ്രതീതി. അതാണ് ആരോ ചോദിച്ചു ഇതിന്റെ വില എത്രയാണ്. ഭയങ്കര ആവേശം ഇത് കേട്ടപ്പോ. ഇപ്പൊ തന്നെ വാങ്ങണം എന്നുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. നിങ്ങൾ അൾട്രാബെറി ജ്യൂസ് കഴിക്കുമ്പോൾ അത് കഴിക്കുക. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് തീരുമ്പോൾ പിറ്റത്തെ മാസം ഇത് കഴിക്കുക, പിറ്റത്തെ മാസം എന്ത് ചെയ്യുക, സീബക്തവും കഴിക്കുക. ഇങ്ങനെ മാറി മാറി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മാറി മാറി പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കണം. ഇപ്പോഴും നമുക്കറിയാം വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നത് നല്ലതാണ്. സ്ഥിരമായിട്ട് 24 മണിക്കൂർ ഉപയോഗിക്കുക. ഇടയ്ക്ക് ഒരു ഗ്യാപ്പും കൂടി കൊടുക്കുക. അപ്പോൾ ഇത് ഇനി അടുത്ത എല്ലാവരും ഇത് പ്രിഫർ ചെയ്യും. ഇത് കുട്ടികൾക്ക് വീട്ടിലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. മറ്റുള്ള പ്രൊഡക്റ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്ക് ഷുഗർ പേഷ്യന്റിനും, ഇത് പേഷ്യൻസിനല്ല, ഇത് നമ്മുടെ സർവ്വ രോഗ സംഹാരണിയായിട്ട് എല്ലാ വൈറ്റമിൻസിനെയും ബോഡിയിലേക്ക് നൽകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുരിങ്ങയുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മുരിങ്ങയെ കുറിച്ച് ഇവിടെ മാഡം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ മുരിങ്ങയിലയും മുരിങ്ങയുടെ ഇത് അല്ലെ സാമ്പാറിലൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴേ പിള്ളേർക്ക് മുരിങ്ങയിലൊന്നും തോരൻ വെച്ച് കൊടുത്താൽ അവർ കഴിക്കത്തില്ല. അവർക്ക് മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയും ഇല്ലേ,
കുഴിമന്തിയും ഒക്കെ വേണം അവർക്ക്. നമ്മുടെ സംസ്കാര ശൈലിയല്ലല്ലോ ഇന്നത്തെ പുതിയ തലമുറക്ക്. അപ്പൊ അവർക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഓർഡർ ലീഡേഴ്സ് ആയിട്ട് ചോദിക്കുക, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് എല്ലാവരും വാങ്ങാൻ തയ്യാറാകുക. ഇത്രയാണ് ഇന്നത്തെ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. എന്തായാലും ബയോട്ടോറിയം വേറെ ലെവലിലേക്ക് അടുത്ത ബ്ലാസ്റ്റിങ്ങിന് തയ്യാറായിരിക്കണം എല്ലാവരും, അല്ലെ? നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് July 1 എന്ന് പറയുന്നത്, അല്ലെ? July 1 ഇന്നലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു, അല്ലെ? ഇന്നലത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഇന്നലെ 26/6/26 ആയിരുന്നു, അല്ലെ? 26/6/26 ഇന്നലെ കഴിഞ്ഞു. ഇന്ന് 27/6/26 ആണ്. ഇനി അടുത്ത 27/7/27 അടുത്ത വർഷമേ വരുള്ളൂ. അപ്പോ ഒരു വലിയ മായാജാലം നടക്കാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ. നമുക്ക് വലിയൊരു ഇൻകം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാൻ 1-ാം തീയതി മിക്കവാറും 1-ാം തീയതി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള ഒരു റിപ്പോർട്ടാണ് സാഗർ സാറിന്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ ബയോട്ടോറിയം. ഈ പ്ലാനൊക്കെ അന്നേ വന്നിരുന്നെങ്കിലല്ലേ നമ്മളൊക്കെ ഇപ്പൊ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ മിക്കവാറും ആളുകളും കോടി അടിച്ചിട്ടുണ്ടായെന്ന് തോന്നുന്നു എനിക്ക്. കാരണം 8,000 രൂപ കിട്ടുന്ന സ്ഥാനത്ത് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 52,000 രൂപയാണ്. ഒരേ കട്ട് ഓഫിൽ വന്നില്ലെങ്കിൽ ഇല്ലേ 8,000 രൂപ കിട്ടാൻ പോകുന്ന സ്ഥാനത്ത് ഇന്നൊരു കട്ട് ഓഫിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം അപ്പുറം വന്നില്ലെങ്കിൽ മാക്സിമം സീലിംഗ് ആയാലും നമുക്ക് 8,000 ചില്ലാൻ രൂപയെ കിട്ടത്തുള്ളൂ. 8,800 കിട്ടും, അല്ലെ? അവിടെയാണ് ഇനി നമുക്ക് 52,000 രൂപ കിട്ടാൻ വേണ്ടി പോകും. എത്ര വ്യത്യാസം നോക്കിയേ നിങ്ങൾ. 8,800 എത്ര ഇരട്ടിയാണ് 52,000 നോക്കിയേ, അല്ലേ? ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ബയോട്ടോറിയത്തിന് ഇറങ്ങും. ഇന്നലെയൊക്കെ നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നില്ല. മേലുകാവിലായിരുന്നു ആ ഒരു പ്രകൃതി മനോഹരമായ ആ ഗ്രാമപ്രദേശത്ത് ഏകദേശം 10-50-ലധികം ആളുകൾ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. വന്നവരിലെല്ലാം തന്നെ പോസിറ്റീവാണ്. പ്രൊഡക്റ്റ് എടുക്കാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെല്ലാം അടുത്ത ദിവസം തന്നെ പ്രൊഡക്റ്റ് എടുക്കും. അവിടെ ആ പ്രോഗ്രാം സംഘടിപ്പിച്ച മിനി മേഡം, കോട്ടയം മിനി മേഡത്തിന്റെ ടീമാണ് അവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അതുപോലെ ഇന്നലെ സത്യമാഷിന്റെ കെയർ ഓഫിൽ അവിടെ NIT ഭാഗത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ BOPകൾ ഇപ്പം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്, ഹോം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. പരമാവധി ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജുകൾ കൊടുക്കുക. അതോടൊപ്പം ഈ അവസരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. പ്രൊഡക്റ്റ് മാത്രമല്ല, ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ഇരട്ടി കാശ് നിങ്ങൾക്കൊരു 3-4 മാസം കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിത്തരും എന്നുള്ള ഒരു അഷ്വറൻസ് കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ സിമ്പിൾ ആയിട്ട് ആളുകളെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അവരുടെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് അവരുടെ കൂടെയുള്ള ആളുകളെ കണക്ഷൻ എടുത്താൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സൂപ്പർ പ്ലാൻ ആണ് അടുത്ത ദിവസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. തിങ്കളാഴ്ച പെരുമ്പാവൂർ BOP ആണ്, കോഴിക്കോട് BOP വ്യാഴാഴ്ചയാണ്. ഓരോ പ്രദേശത്തുള്ള ടീം ലീഡേഴ്സ് അത് നോട്ട് ചെയ്യുക. പരമാവധി ആളുകളായിട്ട് BOP സെന്ററുകളിലേക്ക് എത്തണം. പ്രോഗ്രാം സിസ്റ്റം ഓറിയന്റഡ് ആണ് നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാവരും തന്നെ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിച്ചേരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു അടിപൊളി സെഷൻ. ഇതുവരെ ആരും നമ്മുടെ മോർ വിറ്റയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്തായാലും വളരെ സൂപ്പറായിട്ട് അല്ലെ, നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മേഡം സംസാരിച്ചു. ഒരിക്കൽ കൂടി മേഡത്തിനും ടീമിനും പ്രത്യേകിച്ച് മോളോട് എന്റെ അന്വേഷണം പറയാ, ചന്ദ്രിക മേഡത്തോട് അന്വേഷണം പറയാ. ചന്ദ്രിക മേഡത്തിന്റെ വീഡിയോ നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുകയാണ് മോർവിറ്റയുടെ. എല്ലാവർക്കും ജാർഖണ്ഡിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. ഇനി അടുത്ത് കേരള ബയോട്ടോറിയത്തിന്റെ ഒരു വലിയ പ്രോഗ്രാം ജാർഖണ്ഡിൽ നടത്തുക എന്നുള്ളതാണ് എന്റെ വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. മനസ്സിലായ? ജാർഖണ്ഡിൽ നമ്മളെ കേരള ലീഡേഴ്സ് ഒക്കെ അവിടത്തേക്ക് വരും. ജാർഖണ്ഡ് കാണാത്ത ആളുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മളെ KBCയുടെ ബാനറിൽ അവിടെ നമ്മളൊരു പ്രോഗ്രാം നടത്തും. അതിന്റെ ദിവസം എപ്പോഴാണെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ടിട്ട് പല സ്ഥലങ്ങളിലും നമ്മളെ ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. വലിയൊരു പ്രോഗ്രാം അഴിക്കുമ്പോൾ 2-3 പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ജാർഖിയും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും കൂടുതൽ ആവേശത്തോടെ കൂടുതൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള ഊർജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം.